Hi, Naushad Okar from Communication World. Adivoli Samsung watch 4 വന്നിട്ടുണ്ട്. Watch 4 വന്നിട്ടുള്ളത് 40-44 mm. അതുപോലെ ക്ലാസിക്കും വന്നിട്ടുണ്ട്. Samsung watch classic അത് 46 ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടിപൊളി ഫംഗ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ഇതിനുള്ള സ്പെക്ക് എന്ന് നമുക്ക് വീഡിയോയിൽ. Galaxy Watch 4 ഇതിൽ രണ്ട് മോഡൽസ് വരുന്നുണ്ട്, Watch 4 ആൻഡ് Watch 4 Classic. ഈ മോഡൽ Watch 4 ആണ്. ഇതിന് ടച്ച് ബെസലാണ് വരുന്നത്, ഫിസിക്കൽ റൊട്ടേറ്റിംഗ് ബെസൽ ഇല്ല. ഒരു ക്ലാസിക് വേർഷനാണ് റൊട്ടേറ്റിംഗ് ബെസൽ ഫിസിക്കലി വരുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആർമർ അലുമിനിയം ബോഡിയാണ്. സോ ഇത് വേഴ്സസ് ക്ലാസിക് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ ബോഡിയാണ്, Watch 4 അലുമിനിയം ബോഡിയാണ്. അതാണ് വൺ ഓഫ് ദ മേജർ ഹാർഡ്വെയർ ഡിഫറൻസസ്. പിന്നെ ഇതിൻ്റെ ഡയൽ സൈസ് എന്ന് പറയുന്നത് ഇത് രണ്ട് സൈസിൽ അവൈലബിൾ ആണ്, 44 mm ആൻഡ് 40 mm. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് 3D ഗ്ലാസ് ആണ്, ഗൊറില്ല ഗ്ലാസ് BX. ഫ്രണ്ട് 2.5D ഗ്ലാസ്. ഇത് ഇലാസ്റ്റോമർ ബാൻഡാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഒരു ബാക്ക് ബട്ടൺ, ഒരു ഹോം ബട്ടൺ, രണ്ട് ബട്ടൺസ് ആണ് ഹാർഡ്വെയർ കീസ് ആയിട്ടുള്ളത്. വാച്ച് ഫേസ് കസ്റ്റമൈസേഷൻ, ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രീവിയസ് വാച്ച് 3 കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് വാച്ച് 3 8 GB ആയിരുന്നു ബിൽറ്റ് ഇൻ സ്റ്റോറേജ്, ഇതിൽ 16 GB ബിൽറ്റ് ഇൻ സ്റ്റോറേജ് ആണ്. റാം 1.5 GB റാം വരുന്നുണ്ട്. സോ ഫാസ്റ്റർ ലോഞ്ചിങ് ഓഫ് ആപ്സ് ഒക്കെ സപ്പോർട്ടഡ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ OS എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാച്ച് 4 കൊടുത്തിരിക്കുന്ന OS വന്നാൽ ടൈസൺ OS മാറ്റി ഡയറക്റ്റ് വെയർ OS പവർഡ് ബൈ സാംസങ് ആണ്. അതായത് ഡയറക്റ്റ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസേഴ്സ് വിൽ ബി ഏബിൾ ടു യൂസ് പ്ലേ സ്റ്റോർ, ഗൂഗിൾ മാപ്സ്, എവറിത്തിങ് ഡയറക്ട്ലി. സോ എല്ലാ ആപ്സും നമുക്ക് ഡയറക്റ്റ്ലി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആവും. ഓട്ടോ ആപ്പ് ഡൗൺലോഡ് ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പ് അത് വാച്ച് കോമ്പാറ്റബിൾ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വാച്ചിൽ ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എൻഹാൻസ്ഡ് ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു നമ്പറോ അല്ലെങ്കിൽ കോൾസോ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി വാച്ചിലേക്കും കൂടി സിങ്ക് ആവും. സോ ഡിവൈസ് കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ബിൽറ്റിനായ കാരണം നമുക്ക് എല്ലാ ആപ്സും ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാം. സോ ആപ്പ് അവൈലബിലിറ്റി കൂട്ടിയിട്ടുണ്ട്, ഇൻക്രീസ്ഡ് ആപ്പ് അവൈലബിലിറ്റിയാണ്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു സെൻസർ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറും ECG ഒക്കെ ഓൾറെഡി പ്രീവിയസ് സാംസങ് വാച്ച് 3 ഉണ്ടായിരുന്നു. ഇതിൽ ഒരു ബയോ ഇലക്ട്രിക്കൽ ഇംപിഡൻസ് അനലൈസിസ് സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസറും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ആപ്പും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നമുക്ക് നമ്മളുടെ ശരീരത്തിലുള്ള ഫാറ്റ് മാസ്, ബോഡി വാട്ടർ ലെവൽസ്, BMI ഒക്കെ മെഷർ ചെയ്യാനാണ് ഈ ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇതിൽ പുതിയ ഓപ്ഷനാണ്. പിന്നെ ബ്ലഡ് ഓക്സിജൻ, നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജൻ സാച്ചുറേഷനൊക്കെ മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ സ്ലീപ്പിങ്ങിലുള്ള ബ്ലഡ് ഓക്സിജൻ ലെവൽ ഡിറ്റക്ട് ചെയ്യാനും സ്നോറിങ്, കൂർക്കമ്പലി പോലുള്ള സംഭവങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും ഇതിൽ അഡ്വാൻസ്ഡ് സ്ലീപ്പ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജിയോ മാഗ്നറ്റിക് സെൻസർ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്, മാപ്സ് ഒന്നും അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഡയറക്ഷൻ ഗൈഡൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബിൽറ്റ് ഇൻ കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജിയോ മാഗ്നറ്റിക് സെൻസർ ഉള്ളത്. അപ്പോൾ ബിൽറ്റ് ഇൻ കോമ്പസ് ആയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. സോ ക്ലിയർ ഡിസ്പ്ലേ ആണ്. നമ്മൾ സൺലൈറ്റിലാണെങ്കിലും നല്ല വിസിബിലിറ്റി ഉണ്ടാവും. ഹൈ ക്ലാരിറ്റി സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബഡ്സ് പോലുള്ള ഗാലക്സി ബഡ്സ് 2 അല്ലെങ്കിൽ ബഡ്സ് പ്രോ പോലുള്ള വയർലെസ് ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഒരു കൺട്രോളർ ഫോണിൽ തന്നെ വാച്ചിൽ തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സാംസങ് പേ പോലുള്ള കാർഡ് പേയ്മെൻറ്റ് സപ്പോർട്ടഡ് ആണ്. അത് കൂടാതെ ഇത് ബഡ്സ് കൺട്രോളർ എന്നിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ത്രൂ നമ്മളെ ബഡ്സ് പ്രോയോ അല്ലെങ്കിൽ ബഡ്സ് 2 ഒക്കെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാനും ആംബിയൻസ് സൗണ്ട് മോഡ് ഓൺ ആക്കാനൊക്കെ ഡയറക്റ്റ് ഒരു ക്വിക്ക് ഷോർട്ട് കട്ട് എന്ന പോലുള്ള ബഡ്സ് കൺട്രോളർ ആപ്പും ഇതിൽ ഓൾറെഡി ഇൻബിൽട്ട് ആണ്. 90+ മോർ എക്സസൈസ് ട്രാക്കിംഗ് ഉണ്ട്. 5 എക്സസൈസ് ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്യാൻ പറ്റും. 90+ മോർ എക്സസൈസ് ഇതിലുണ്ട്. റണ്ണിങ് കോച്ച് പോലുള്ള ഓൾറെഡി ഫിറ്റ്നസ് ട്രാക്കിംഗ് ഫീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഗൈഡൻസ് ഒരുപാട് ഓൾറെഡി റണ്ണിങ് കോച്ച്, നമ്മളുടെ GPS യൂസ് ചെയ്ത് നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ ഇന്ന് റൺ ചെയ്ത ആ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, എത്ര കിലോമീറ്റർ റൺ ചെയ്തു, എത്ര കലോറീസ് നമ്മൾ ബേൺ ചെയ്തു, അതിൻ്റെ റണ്ണിങ്ങിൻ്റെ എല്ലാ ഓപ്ഷൻസും കിട്ടും. റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുള്ള നമ്മളുടെ പേസ് അതൊക്കെ കാണിക്കുന്ന ഓപ്ഷൻസൊക്കെ ഈ റണ്ണിങ് കോച്ചിലുണ്ട്. പിന്നെ 5 ആപ്സ്, അതായത് സൈക്ലിംഗ്, എലിപ്റ്റിക്കൽ ട്രെയിനർ പോലുള്ള ആപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് ഡിറ്റക്ട് ചെയ്യും. അല്ലാത്ത ആപ്സ്, യോഗ പോലുള്ള ആപ്സൊക്കെ നമുക്ക് മാനുവലി ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ ചാർജിങ് നോക്കുകയാണെങ്കിൽ ചാർജിങ് ഇപ്പോൾ പഴയ വാച്ചസിന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇപ്പോൾ watch 3 പോലുള്ള മോഡൽസൊക്കെ ചാർജ് ചെയ്യാൻ ഓൾമോസ്റ്റ് 2.5 hours ആയിരുന്നു. ഇപ്പോൾ 1.8 hours ഇത് ഫുള്ളി ചാർജ് ആവും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ് ടു 40 hours ഓഫ് ബാറ്ററി ലൈഫാണ് വിത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഇത് 50 meter വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എവിടെ വേണമെങ്കിലും സ്വിമ്മിങ്ങിന് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസ് ഇവിടെ കാണാൻ പറ്റും. അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ടൈപ്പിംഗ് കീബോർഡും ഇൻ്റർനെറ്റ് വൈഫൈ ഒക്കെ ഉണ്ട്. പിന്നെ റിമോട്ട് കണക്ഷൻ ഫീച്ചേഴ്സും ഇതിൽ ഓൾറെഡി ഉള്ളതാണ്. റിമോട്ട് കണക്ഷനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണും നമ്മളുടെ അടുത്ത് കയ്യിലില്ലെങ്കിലും നമുക്ക് കോൾസൊക്കെ വരുമ്പോൾ വാച്ച് നമ്മൾ വൈഫൈനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ വൈഫൈ നമുക്ക് നമ്മളെ കോൾസ് അറ്റൻഡ് ചെയ്യാനും മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ വാട്ടർ ലോക്ക് മോഡ്, ബെഡ് ടൈം മോഡ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ വാട്ടർ ലോക്ക് മോഡൊക്കെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ സ്വിമ്മിങ് ചെയ്യുമ്പോൾ അൺഇൻറ്റൻഷണൽ ടച്ചസ് ഒക്കെ ഒഴിവാക്കാനും വെള്ളം ഈ മൈക്കിൻ്റെ പോർട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി റിജക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ലോക്ക് മോഡ് യൂസ് ചെയ്യാം. അതുപോലെ SOS നമുക്ക് എമർജൻസി മെസ്സേജസ് അയക്കാനുള്ള നോർമൽ സ്മാർട്ട് വാച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എമർജൻസി മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. നമുക്ക് കീസ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കോൾസ് ആൻസർ ചെയ്യാനൊക്കെ റിസ്റ്റ് ജസ്റ്റ് നമ്മൾ 2 times ജസ്റ്റ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ജസ്റ്റേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഓൾറെഡി ആഡഡ് ആണ്. സ്മാർട്ട് വാച്ച് ഫീച്ചേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐഡിയ നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സിനനുസരിച്ച് നമ്മളെ വാച്ച് ഫേസ് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. ഏത് വാച്ച് ഫേസ് വേണമെങ്കിലും നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വാച്ചിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം, പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, എക്സ്ചേഞ്ച് എന്തെങ്കിലും റേറ്റ് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ നമ്പറുണ്ട്. അത് നിങ്ങൾ കമൻറ്റായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളായിട്ടോ ചോദിക്കാം. അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു, നമസ്കാരം, നമസ്കാരം, ഗുഡ് ബൈ.